മാന്യ സദസ്സിന് വന്ദനം. ആദരണീയരായ ഗുരുഭൂതരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പരിസ്ഥിതി നാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാനും ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിനായി അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ പരിഗണിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ വളരെ നിസ്സാരനാണ്. എന്നാൽ ഈ മഹാപ്രപഞ്ചത്തെയാകമാനം ഒറ്റയ്ക്ക് നശിപ്പിക്കുവാനുള്ള തീരുമാനത്തിലാണ് മനുഷ്യൻ. യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ സ്വാർത്ഥമോഹത്തോടെയാണ് നാം ഇന്ന് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ അത്യാർത്ഥിക്കുള്ളതില്ല എന്ന് മഹാത്മാഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ ഈ വാക്യത്തിന്റെ അന്തസത്ത മറന്നിരിക്കുകയാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞ് അവർ ഏർപ്പാടാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ സമൂലമായ ഒരു നാശത്തിലേക്കാണ് വഴി തെളിയിക്കുന്നത്. കുന്നുകൾ ഇല്ലാതാകുന്നതും ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നതും മണലൂറ്റലും നദികളുടെ ആഴം വർദ്ധിക്കലുമെല്ലാം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെയധികം ഗുരുതരമാണ്. ഏതൊരു നാടിന്റെയും അനുഗ്രഹങ്ങളാണ് കുന്നുകൾ. കുന്നുകളുള്ള ഇടങ്ങളിൽ അതിനെ ചുറ്റിപ്പറ്റി മുന്നോട്ടു പോകുന്ന ഒരു ആവാസ വ്യവസ്ഥയും ഉണ്ടാകാറുണ്ട്. വിവിധ തരത്തിലുള്ള സസ്യലതാദികളും ചെറുപക്ഷികളും മൃഗങ്ങളും അരുവികളും എല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കൂടാതെ അമൂല്യമായ ധാതു സമ്പത്തും കുന്നിൻ പ്രദേശങ്ങളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. നിരന്ന പ്രദേശങ്ങൾ നിർമ്മിക്കുന്നതിനും മണ്ണെടുക്കുന്നതിനും വേണ്ടിയാണ് കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത്. ഇത് തദ്ദേശങ്ങളിലെ കാലാവസ്ഥയിൽ പോലും പ്രത്യാഘാതങ്ങൾ ഉളവാക്കും എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ആധുനിക ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ജീവിത പ്രതിസന്ധി ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ടതാണ്. ലോകം മുഴുവൻ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണിപ്പോൾ. ജലസ്രോതസ്സുകളായ വയലുകളും തോടുകളും അതിവേഗം നഷ്ടപ്പെടുന്നത് ഈ അവസ്ഥയുടെ ആക്കം കൂട്ടുന്നു. ജലസംരക്ഷണത്തിനുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ നശിക്കുന്നതിനനുസരിച്ച് പകരം സംവിധാനങ്ങളൊന്നും തന്നെ നിർമ്മിക്കപ്പെടുന്നില്ല. ഇങ്ങനെ പോയാൽ വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്ര എന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ അധികം സമയം നമുക്ക് വേണ്ടി വരില്ല. വൃക്ഷങ്ങളെ ഈശ്വരന്മാരെ കണ്ട് ആരാധിച്ചിരുന്ന ഭാരതത്തിൽ ഇന്ന് വനനശീകരണത്തിന്റെ തോത് വളരെ ഉയർന്നതാണ്. മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യമുള്ള ഓക്സിജൻ കൂടുതലായി പുറപ്പെടുവിക്കുന്നത് വൃക്ഷങ്ങളും വൃക്ഷങ്ങൾക്ക് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കുന്നത് മനുഷ്യരുമാണ്. പ്രകൃതിയിലെ ഒരു വൻ പാരസ്പര്യമാണ് ഇത്. അതിന്റെ നാശം പ്രകൃതിയുടെ ജൈവഘടനയെ തകർക്കുന്നു. ജലം ശേഖരിക്കുന്നതിലും മഴ പെയ്യ്ക്കുന്നതിലുമെല്ലാം വൃക്ഷങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജീവരാശിയുടെ രക്തനാഡികൾ തന്നെയാണ് നദികൾ. സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് തന്നെ നദീതടങ്ങളിലാണ്. സിന്ധു നദീതട സംസ്കാരം തന്നെ ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എന്നാൽ അമിതമോഹിയായ മനുഷ്യൻ നദികളിൽ വിഷം കലക്കുകയും അമൂല്യമായ മണൽ ശേഖരം കൊള്ളയടിക്കുകയും ചെയ്യുന്നു. മണൽ കൊള്ള നദികളെ നശിപ്പിക്കുന്നതിന്റെ കൃത്യമായ ചിത്രം ലഭിക്കാൻ വൻ നദിയായ ഭാരതപ്പുഴയെ തന്നെ നോക്കിയാൽ മതി. പണമോഹവും ആർത്തിയും ഒരു വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നതിന്റെ ചിത്രമാണ് അത്. മലിനീകരണമാണ് പ്രപഞ്ചം നേരിടുന്ന ഒരു വൻ ഭീഷണി. വികസനത്തിന്റെ പേരിൽ പണിതുയർത്തുന്ന വൻ വ്യവസായശാലകൾ നദികളിലും വായുവിലും കൊടും വിഷം കലർത്തുന്നു. മാരകമായ രോഗങ്ങളും ദുരിതങ്ങളുമാണ് ഇവ സമ്മാനിക്കുന്നത്. ഇതുകൂടാതെ മനുഷ്യൻ കൃഷിക്കായി ഉപയോഗിക്കുന്ന കീടനാശിനികളും വളങ്ങളും പരിസ്ഥിതിയുടെ താളം തെറ്റിക്കുന്നു. ആവാസ വ്യവസ്ഥ തകരുകയും ലോകം തന്നെ വൻ ദുരിതത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ബോധപൂർവം പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമുഖത്തിന്റെ ക്യാൻസർ ആണ് എന്ന് ഒരു ചിന്തകൻ അഭിപ്രായപ്പെട്ടത്. ആ ക്യാൻസർ യാതൊരു നിയന്ത്രണവുമില്ലാതെ വ്യാപിച്ചു കിടക്കുന്നു. വിവേക ബുദ്ധിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ സമൂഹം ഇതിനെ തടയുന്നതിൽ അന്ധത നടിക്കുകയും ചെയ്യുന്നു. പരസ്പരം ഭാവയന്താശ്രയ പരമപാപ്സ്യത എന്ന വേദതത്വത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.